ഹായ് ഫ്രണ്ട്സ്, LP-UP സിലബസ് അധിഷ്ഠിത ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രസതന്ത്രത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള മൂന്നാമത്തെ ടോപ്പിക്കായ പീരിയോഡിക് ടേബിൾ ക്രമാവർത്തന പ്രവണതകൾ. അപ്പം അതിൽ ഇന്ന് നമുക്ക് പീരിയോഡിക് ടേബിളിനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ നോക്കാം. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും മൂലകങ്ങൾ സംയോജിച്ചാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ട 118 മൂലകങ്ങളിൽ 92 എണ്ണം മാത്രമേ പ്രകൃതിയിൽ കണ്ടുവരുന്നുള്ളൂ. അപ്പോൾ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടത് എത്ര മൂലകങ്ങളാണ്? 118 മൂലകങ്ങളാണ്. ഇതിൽ 92 എണ്ണം മാത്രമേ പ്രകൃതിയിൽ കാണപ്പെടുന്നുള്ളൂ. ഈ ആവർത്തന പട്ടികയുടെ ചരിത്രം നോക്കാം. മൂലകങ്ങളെ ലോഹങ്ങളും അലോഹങ്ങളുമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മൂലകങ്ങളെ ലോഹങ്ങളും അലോഹങ്ങളുമായി വർഗീകരിച്ചത് ലാവോസിയെ ആണ്. മൂലകങ്ങളെ ലോഹങ്ങളും അലോഹങ്ങളുമായിട്ട് വർഗീകരിച്ചത്. പിന്നെ ലാവോസിയെ നമ്മൾ പറയുമ്പോൾ രസതന്ത്രത്തിലെ അളവ് തൂക്ക സമ്പ്രദായം നടപ്പിലാക്കിയത് ആരായിരുന്നു? ലാവോസി ആയിരുന്നു. രസതന്ത്രത്തിലെ അളവ് തൂക്ക സമ്പ്രദായം നടപ്പിലാക്കിയത് ലാവോസിയ. അതുപോലെ ലാവോസിയ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെയൊക്കെ സമയത്തുണ്ടായിരുന്ന ശാസ്ത്രജ്ഞനാണ് ലാവോസിയെ. ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട ശാസ്ത്രജ്ഞനാണ് ആര്? അതായത് ഗില്ലറ്റിൻ എന്ന് പറഞ്ഞ ഉപകരണം ഉപയോഗിച്ച് കൊലപ്പെടുത്തി ഗില്ലറ്റിന് വിധേയമാക്കിയ ഒരു ശാസ്ത്രജ്ഞനാണ് ലാവോസിയ. ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയത് ആരാണ്? ലാവോസിയാണ്. ഓക്സിജനാണ് വസ്തുക്കൾ കത്താൻ സഹായിക്കുന്നതെന്ന് ലാവോസിയെ മനസ്സിലാക്കി. അപ്പോൾ മൂലകങ്ങളെ ലോഹങ്ങളും അലോഹങ്ങളുമായിട്ട് വർഗീകരിച്ചത് ആരാണ്? ലാവോസിയെ ആണ്. അപ്പോൾ മൂലകങ്ങളെ, അതായത് മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിക്കുന്നത് ലാവോസിയാണ്. 1789 അറിയപ്പെട്ടിരുന്ന 30 മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും അദ്ദേഹം വർഗീകരിച്ചു. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന ഉപലോഹങ്ങൾ കണ്ടെത്തിയപ്പോൾ ഇവയെ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ലാവോസിയയുടെ വർഗീകരണത്തിൻ്റെ പ്രധാന പരിമിതി. പിന്നീട് ലാവോസിയയ്ക്ക് ശേഷം വർഗീകരണത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത് ആരായിരുന്നു? ഡോബറൈനർ ആയിരുന്നു. മൂലകങ്ങളെ ത്രിവർഗങ്ങളായി വർഗീകരിക്കാൻ ശ്രമിച്ചത് ആരാണ്? ഡോബറൈനറാണ്. ലാവോസിയയ്ക്ക് ശേഷം വർഗീകരണത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത് ഡോബറൈനറാണ്. അദ്ദേഹം എന്ത് ചെയ്തു? സമാന ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന 3 മൂലകങ്ങൾ ഉൾപ്പെടുന്ന ചെറു ഗ്രൂപ്പുകളെ നിർമ്മിച്ചു. അപ്പോൾ ഇവയെയാണ് എന്ത് പറയുന്നത്? ത്രികങ്ങൾ അല്ലെങ്കിൽ ട്രയാഡ്സ് എന്ന് വിളിച്ചു. അപ്പം മൂലകങ്ങളെ ത്രിവർഗങ്ങളായി വർഗീകരിക്കാൻ ശ്രമിച്ചത് ഡോബറൈനറാണ്. ആറ്റോമിക മാസും മൂലകങ്ങളുടെ സ്വഭാവവും തമ്മിലുള്ള ബന്ധം ആദ്യമായി കൊണ്ടുവരുന്നത് ഡോബറൈനറുടെ ത്രികങ്ങളാണ്. അപ്പോൾ അതിനെ ട്രയാഡ്സ് അല്ലെങ്കിൽ ത്രികങ്ങൾ എന്നാണ് അദ്ദേഹം വിളിച്ചത്. പക്ഷെ അതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ എല്ലാ മൂലകങ്ങളെയും ഉൾപ്പെടുത്തി ത്രികങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന പരിമിതി. അപ്പോൾ ആറ്റോമിക മാസും മൂലകങ്ങളുടെ സ്വഭാവം തമ്മിലുള്ള ബന്ധം ആദ്യമായി കൊണ്ടുവരുന്നത് ഡോബറൈനറുടെ ത്രികങ്ങളാണ്. പിന്നീട് മൂലക വർഗീകരണത്തിന് ആദ്യമായി ഒരു ടേബിൾ ഉണ്ടാക്കിയത് ആരാണ്? റഷ്യൻ ശാസ്ത്രജ്ഞനായ ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേവ്. ആവർത്തന പട്ടികയുടെ പിതാവാണ് ആര്? ദിമിത്രി മെൻഡലിയേവ്. അപ്പോൾ മൂലക വർഗീകരണത്തിന് ആദ്യമായി ഒരു ടേബിൾ ഉണ്ടാക്കിയത് റഷ്യൻ ശാസ്ത്രജ്ഞനായ ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേവ് ആണ്. പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്ന പേരിലാണ് മെൻഡലിയേവ് പിന്നീട് അറിയപ്പെട്ടത്. അപ്പോൾ നിലവിലുണ്ടായിരുന്ന 63 മൂലകങ്ങളെ ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ച് 1869 ആവർത്തന പട്ടിക പുറത്തിറക്കിയത് ആരായിരുന്നു? ദിമിത്രി മെൻഡലിയേവ് ആയിരുന്നു. മെൻഡലിയേവിൻ്റെ പീരിയോഡിക് ടേബിൾ നിർമ്മിച്ച സമയത്ത് 63 മൂലകങ്ങളാണ് ഉണ്ടായിരുന്നത്.
ആറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിലാണ് ഇവയെ വിന്യസിച്ചത്. അപ്പോൾ ഇങ്ങനെ വിന്യസിക്കുമ്പോൾ മൂലകങ്ങളുടെ ഭൗതിക രാസഗുണങ്ങൾ ക്രമമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചു. അപ്പോൾ മെൻഡലിയേവിൻ്റെ പീരിയോഡിക് നിയമം എന്തായിരുന്നു? മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. ആറ്റോമിക മാസിൻ്റെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മെൻഡലിയേവ് പീരിയോഡിക് ടേബിൾ നിർമ്മിച്ച സമയത്ത് 63 മൂലകങ്ങളാണ് ഉണ്ടായിരുന്നത്. ആറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിലാണ് അവയെ വിന്യസിച്ചത്. ഇങ്ങനെ വിന്യസിക്കുമ്പോൾ മൂലകങ്ങളുടെ ഭൗതിക രാസഗുണങ്ങൾ ക്രമമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടെത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? പീരിയോഡിക് നിയമത്തിന് ആവർത്തന നിയമം ആവിഷ്കരിച്ചു. എന്താണ് മെൻഡലിയേവിൻ്റെ പീരിയോഡിക് നിയമം? മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ മെൻഡലിയേവിൻ്റെ പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു? 8 ഗ്രൂപ്പുകളാണ് ഉണ്ടായിരുന്നത്. അതുപോലെ 6 പീരിയഡ്. ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മെൻഡലിയേവിൻ്റെ പീരിയോഡിക് ടേബിളിൽ 8 ഗ്രൂപ്പുകളും അതുപോലെ 6 പീരിയഡുകളുമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഗ്രൂപ്പ് ഇപ്പോൾ പീരിയോഡിക് ടേബിൾ, ഇതാണ് ആവർത്തന പട്ടിക. നോക്കിയേ, പീരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള കോളങ്ങൾ, ഇത് ആധുനിക ആവർത്തന പട്ടികയാണ്. അപ്പോൾ ഇതിൽ പീരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള കോളങ്ങൾ എന്താണ്? ഗ്രൂപ്പുകൾ എന്നാണ് വിളിക്കുന്നത്. കുത്തനെ താഴേക്കുള്ളതിനെ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നു. അതുപോലെ ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ എപ്പോഴും രാസഭൗതിക സ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്നു. വിലങ്ങനെയുള്ള കോളങ്ങളെയാണ്, നമ്മളിങ്ങനെ നീളത്തിലിട്ടിരിക്കുന്ന ആ കോളങ്ങളെയാണ് നമ്മൾ പീരിയഡുകൾ എന്ന് പറയുന്നത്. കുത്തനെയുള്ളത് ഗ്രൂപ്പുകൾ, വിലങ്ങനെയുള്ള കോളങ്ങൾ പീരിയഡുകൾ. അപ്പം മെൻഡലിയേവിൻ്റെ പീരിയോഡിക് ടേബിളിൽ 8 ഗ്രൂപ്പുകളാണ്, അതുപോലെ 6 പീരിയഡാണ്. ഇപ്പോൾ ഇതിൽ പീരിയോഡിക് ടേബിൾ ഇത് ഏതാണ്? അത് ആധുനിക ആവർത്തന പട്ടികയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി വർഗീകരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ടുപിടുത്തം, സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി മൂലകങ്ങളെ അദ്ദേഹം വർഗീകരിച്ചു. ആദ്യമായി ഒരു ടേബിൾ ഉണ്ടാക്കി. അപ്പോൾ ഇത് രസതന്ത്ര പഠനം എളുപ്പമാക്കി. പക്ഷേ എന്താണ് ഈ മെൻഡലിയേവിൻ്റെ ആവർത്തന പട്ടികയുടെ പരിമിതികൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം മൂലകങ്ങളെ സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ചില സമയത്ത് എന്ത് ചെയ്തു? ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ അദ്ദേഹം ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. ഇപ്പോൾ സോഡിയം, പൊട്ടാസ്യം മുതലായ ലോഹങ്ങളോടൊപ്പം കോപ്പർ, സിൽവർ മുതലായ കാഠിന്യം കൂടിയ ലോഹങ്ങളെ അദ്ദേഹം ഉൾപ്പെടുത്തി. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആവർത്തന പട്ടികയുടെ പോരായ്മ. പിന്നെ അതുപോലെ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ മൂലകത്തിന് കൃത്യമായ ഒരു സ്ഥാനം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം മുതലായ ലോഹങ്ങളോടൊപ്പമാണ് അദ്ദേഹം അലോഹമായ ഹൈഡ്രജന് സ്ഥാനം നൽകി. ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞില്ല. ഇതൊക്കെയാണ് മെൻഡലിയേവിൻ്റെ ആവർത്തന പട്ടികയുടെ പോരായ്മകൾ. ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമം എല്ലായിടത്തും അദ്ദേഹത്തിന് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? മൂലകങ്ങളെ തരംതിരിച്ചത്, അല്ലെങ്കിൽ ഗ്രൂപ്പാക്കിയത്. പക്ഷേ ഇതിൻ്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇനി നമുക്ക് ആധുനിക ആവർത്തന പട്ടികയെ കുറിച്ചിട്ട് നോക്കാം. അതായത് ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ ക്രമീകരിച്ചു കൊണ്ടുള്ള ആധുനിക ആവർത്തന പട്ടികയ്ക്ക് രൂപം നൽകിയത് ആരാണ്? ഹെൻറി മോസ്ലിയാണ്. മെൻഡലിയേവിൻ്റെത് ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. എന്നാൽ ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ ക്രമീകരിച്ചു കൊണ്ടുള്ള ആധുനിക ആവർത്തന പട്ടികയ്ക്ക് രൂപം നൽകിയത് ഹെൻറി മോസ്ലി. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാണ് ആര്?
ഹെൻറി മോസ്ലി. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെൻറി മോസ്ലിയാണ്. ഇപ്പോൾ ഈ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. മെൻഡലേഫിൻ്റെ പീരിയോഡിക് ടേബിൾ ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ക്രമീകരിച്ചത്. എന്നാൽ ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ ക്രമീകരിച്ചു കൊണ്ടുള്ള ആധുനിക ആവർത്തന പട്ടികയ്ക്ക് രൂപം നൽകിയത് ഹെൻറി മോസ്ലിയാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെൻറി മോസ്ലിയാണ്. അപ്പോൾ ആധുനിക ആവർത്തന പട്ടികയിൽ എത്ര ഗ്രൂപ്പുകളുണ്ട്? 18 ഗ്രൂപ്പുകളാണ് ആധുനിക ആവർത്തന പട്ടികയിൽ. 18 ഗ്രൂപ്പുകളും 7 പീരിയഡുകളും 18 ഗ്രൂപ്പുകളും 7 പീരിയഡുകളുമാണ് മെൻഡലേഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ എത്ര എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്? 8 ഗ്രൂപ്പുകളും 6 പീരിയഡുകളായിരുന്നു. എന്നാൽ ആധുനിക ആവർത്തന പട്ടികയിൽ 18 ഗ്രൂപ്പുകളും 7 പീരിയഡുകളും ആണുള്ളത്. മെൻഡലേഫ് അദ്ദേഹത്തിൻ്റെ ആവർത്തന പട്ടിക ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചത്. ആധുനിക ആവർത്തന പട്ടിക എന്താണ്? ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഹെൻറി മോസ്ലി തൻ്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ മൂലകങ്ങൾക്ക് ക്രമ നമ്പർ നൽകി ഇതിനെ ആറ്റോമിക നമ്പർ എന്ന് വിളിച്ചു. ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹെൻറി മോസ്ലി ആധുനിക ആവർത്തന പട്ടിക ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം അദ്ദേഹം തൻ്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ മൂലകങ്ങൾക്ക് ക്രമ നമ്പർ നൽകി ഇതിനെ ആറ്റോമിക നമ്പർ എന്ന് വിളിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? പീരിയോഡിക് നിയമം അദ്ദേഹം പരിഷ്കരിച്ചു. ഇപ്പം മെൻഡലേഫിൻ്റെ പീരിയോഡിക് നിയമം എന്തായിരുന്നു? മെൻഡലേഫിൻ്റെ മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്നതായിരുന്നു മെൻഡലേഫിൻ്റെ പീരിയോഡിക് നിയമം. അപ്പോൾ ഹെൻറി മോസ്ലി എന്ത് ചെയ്തു? ഹെൻറി മോസ്ലി തൻ്റെ പരീക്ഷണത്തിലൂടെ മൂലകങ്ങൾക്ക് ക്രമ നമ്പർ നൽകി ഇതിനെ ആറ്റോമിക നമ്പർ എന്ന് വിളിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പീരിയോഡിക് നിയമം പരിഷ്കരിച്ചു. എന്തായിരുന്നു? മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. അപ്പോൾ ഇവിടെ ഈ 2 പീരിയോഡിക് നിയമവും ഒരുപോലെ തന്നെയാണ്. പക്ഷെ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? മെൻഡലേഫിൻ്റെത് ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഹെൻറി മോസ്ലിയുടെ പീരിയോഡിക് നിയമം എന്തായിരുന്നു? മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്നതാണ്. അപ്പോൾ ആവർത്തന പട്ടികയിൽ 18 ഗ്രൂപ്പുകൾ, ആധുനിക ആവർത്തന പട്ടികയിൽ 18 ഗ്രൂപ്പുകളും 7 പീരിയഡുകളുമാണുള്ളത്. അപ്പോൾ ഏറ്റവും ചെറിയ പീരിയഡ് ഏതാണ്? 1ാമത്തെ പീരിയഡാണ്. അതിലാകെ ഹൈഡ്രജനും ഹീലിയവും മാത്രമേ ഉള്ളൂ. പീരിയഡുകൾ നമ്മൾ പറഞ്ഞു വിലങ്ങനെയുള്ളതാണ്. പീരിയഡുകൾ താഴേക്കുള്ള കുത്തനെയുള്ളത് ഗ്രൂപ്പുകൾ. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ പീരിയഡ് 1ാമത്തെയാണ്. ഹൈഡ്രജനും ഹീലിയം മാത്രമേ ഉള്ളൂ. 3ാമത്തെ പീരിയഡിലൊക്കെ 8 മൂലകങ്ങളുണ്ട്. അപ്പോൾ ആധുനിക ആവർത്തന പട്ടിക ഉണ്ടാക്കിയിരിക്കുന്നത് ഏതടിസ്ഥാനത്തിലാണ്? ആറ്റോമിക സംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. ഇതൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉള്ളതാണ്. ആധുനിക ആവർത്തന പട്ടിക ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റോമിക സംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആധുനിക പീരിയോഡിക് നിയമം ഞാൻ പറഞ്ഞു, മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. അവിടെ ആറ്റോമിക മാസാണെങ്കിൽ മെൻഡലേഫിൻ്റെ ആറ്റോമിക മാസാണെങ്കിൽ ഇവിടെ ആറ്റോമിക നമ്പർ, അത്രയുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകൾ ഏതൊക്കെയാണ്? പീരിയോഡിക് ടേബിളിൽ 4 ബ്ലോക്കുകളാണുള്ളത്. SPDF. മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് അടിസ്ഥാനം അവയുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. അതിനാൽ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു. അപ്പോൾ അവസാനത്തെ ഷെല്ലിൽ ഇപ്പോൾ ഓരോ ഗ്രൂപ്പുകൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവസാനത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോണാണ് ഫസ്റ്റ് ഗ്രൂപ്പിൽ പെടുന്നത്. ഇപ്പോൾ രണ്ട് ഇലക്ട്രോൺ ആണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പിലായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആറ്റോമിക ടേബിൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് അടിസ്ഥാനം അവയുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇങ്ങനെ ഇലക്ട്രോണുകൾ കൊടുക്കുക, ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഇലക്ട്രോ പോസിറ്റിവിറ്റി ഒക്കെ പറഞ്ഞു. അപ്പോൾ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ 2 ഇലക്ട്രോണുകളൊക്കെ ആണെങ്കിൽ അവർ അഷ്ടകം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഇലക്ട്രോണുകൾ കൊടുക്കും.
പിന്നെ അതുപോലെ അങ്ങനെ ഇലക്ട്രോണുകൾ കൊടുക്കുമ്പോൾ പോസിറ്റീവ് ചാർജുള്ള അയണുകളായിട്ട് മാറും. പിന്നെ അതുപോലെ സ്വീകരിക്കുന്നതിന് വീണ്ടും ഒരു ഇലക്ട്രോൺ, അതായത് നെഗറ്റീവ് ചാർജ് കിട്ടുമ്പോൾ നെഗറ്റീവ് ചാർജ്, ഈ ആറ്റങ്ങൾ നെഗറ്റീവ് ചാർജായിട്ട് മാറും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് അടിസ്ഥാനം അവയുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. അതിനാൽ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു. അപ്പോൾ 1ഉം 2ഉം ഗ്രൂപ്പുകളിലെ മൂലകങ്ങളിലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ. 1, 2 ഗ്രൂപ്പുകളിലെ മൂലകങ്ങളിലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അവയുടെ ആറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനാൽ ഇങ്ങനെ ആറ്റോമിക നമ്പറിനനുസരിച്ചിട്ട് അവയുടെ രാസഗുണങ്ങൾക്ക് വ്യത്യാസമുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ആവർത്തന പട്ടികയിലെ പ്രധാന ഗ്രൂപ്പുകൾ നോക്കാം. താഴത്തേക്ക് കുത്തനെയുള്ള ഗ്രൂപ്പുകൾ നമുക്ക് നോക്കാം. 1ാമത്തെ ഗ്രൂപ്പ്, ഇപ്പോൾ ഇതിൽ ആധുനിക ആവർത്തന പട്ടികയിൽ 18 ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ 1ാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങളെ വിളിക്കുന്ന പേരാണ് ആൽക്കലി ലോഹങ്ങൾ. മറക്കാൻ പാടില്ല, 1ാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങൾ ആൽക്കലി ലോഹങ്ങൾ. 2ാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ 2ാമത്തെ ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. അതുപോലെ 3-12 ഗ്രൂപ്പ് സംക്രമണ മൂലകങ്ങൾ. 3-12 ഗ്രൂപ്പാണ് സംക്രമണ മൂലകങ്ങൾ. അതേപോലെ 13ാമത്തെ ഗ്രൂപ്പ് ബോറോൺ അലൂമിനിയം കുടുംബം. 14 കാർബൺ കുടുംബം. 1ാമത്തെ ആൽക്കലി ലോഹങ്ങൾ, 2ാമത്തെ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, 3-12 സംക്രമണ മൂലകങ്ങൾ, 13 ബോറോൺ അലൂമിനിയം കുടുംബം, 14 കാർബൺ കുടുംബം, 15 നൈട്രജൻ കുടുംബം, 16 ഓക്സിജൻ കുടുംബം. 14 കാർബൺ, 15 നൈട്രജൻ, 16 ഓക്സിജൻ കുടുംബത്തിന് നമ്മൾ ചാൽക്കോജൻ കുടുംബം എന്നും കൂടെ പറയും. 17 ഹാലോജൻ കുടുംബം, 18 അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ. ഒന്നും കൂടെ നോക്കാം പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ. 1ാമത്തേത് ആൽക്കലി ലോഹങ്ങൾ, അതായത് ഗ്രൂപ്പുകൾ 18 ഗ്രൂപ്പുകളാണ്. ഇത് 18 ഗ്രൂപ്പുകളിൽ മൂലകങ്ങൾക്ക് ഓരോ പേരുണ്ട്. 1ാമത്തെ ഗ്രൂപ്പിൽ ആൽക്കലി ലോഹങ്ങൾ, 2ാമത്തെ ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, 3-12 സംക്രമണ മൂലകങ്ങൾ, 13 ബോറോൺ അല്ലെങ്കിൽ അലൂമിനിയം കുടുംബം, 14 കാർബൺ കുടുംബം, 15 നൈട്രജൻ കുടുംബം, 16 ഓക്സിജൻ കുടുംബം അല്ലെങ്കിൽ ചാൽക്കോജൻ കുടുംബം, 17 ഹാലജൻ കുടുംബം, 18 അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ. അലസവാതകങ്ങളെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാഹ്യതമ ഷെല്ലിൽ അവർക്ക് അഷ്ടകം പൂർത്തിയാക്കി, അതായത് 8 ഇലക്ട്രോണുകൾ, ഹീലിയത്തിനൊഴികെ 8 ഇലക്ട്രോണുകൾ പൂർത്തിയായ മൂലകങ്ങളാണ് അലസവാതകങ്ങൾ. അപ്പോൾ അവർക്ക് ഇനി സ്റ്റേബിളാണ്, അവർക്ക് ഒരു ഇലക്ട്രോൺ കൊടുക്കുകയോ ഒരു ഇലക്ട്രോൺ വാങ്ങിയോ ഒന്നും വേണ്ട. അതുകൊണ്ട് അവർ അലസവാതകങ്ങൾ, അതൊരു പൊതുവെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ട ആവശ്യം അവർക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഏത് മൂലകങ്ങളാണ് സമാന സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നത്? കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, സംക്രമണ മൂലകങ്ങൾ. 2ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ പേരെന്താണ്? ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, അത് നമ്മൾ പറഞ്ഞു. അയോണീകരണ ഊർജം ഏറ്റവും കുറവുള്ള മൂലകങ്ങളാണ് സീസിയം, ഫ്രാൻസിയം തുടങ്ങിയവയൊക്കെ. ഇനി അടുത്ത, അപ്പോൾ അയോണീകരണ ഊർജം ഏറ്റവും കുറവുള്ള മൂലകങ്ങളാണ് സീസിയം, ഫ്രാൻസിയം തുടങ്ങിയത്. ഇലക്ട്രോൺ ആസക്തി ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഫ്ലൂറിൻ. ഇലക്ട്രോൺ ആസക്തി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിൻ. ഏറ്റവും കൂടുതൽ ഹൈഡ്രൈഡുകൾ ഉണ്ടാക്കുന്ന മൂലകമാണ് കാർബൺ. ഏറ്റവും കൂടുതൽ ഹൈഡ്രൈഡുകൾ ഉണ്ടാക്കുന്ന മൂലകമാണ് കാർബൺ. അപ്പോൾ നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ലോകത്തിൽ ഏറ്റവും കൂടുതൽ സംയുക്തങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന മൂലകമാണ് കാർബൺ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സംയുക്തങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന മൂലകമാണ് കാർബൺ. ഏറ്റവും കൂടുതൽ ഹൈഡ്രൈഡുകൾ ഉണ്ടാക്കുന്ന മൂലകം കാർബൺ. സോഡിയം ജലത്തിലിടുമ്പോൾ വാതകമുണ്ടാകുന്നത് ഏത് പദാർത്ഥത്തിൽ നിന്നാണ്? ജലത്തിൽ നിന്നാണ്. അപ്പോൾ ഹാലജൻ കുടുംബമൊക്കെ നമ്മൾ പറഞ്ഞു. ഹാലജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ലവണ ഉൽപാദകൻ എന്നാണ് ഹാലജൻ എന്ന വാക്കിൻ്റെ അർത്ഥം.
ഹാലജൻ എന്ന് പറഞ്ഞാൽ ലവണ ഉൽപാദകൻ. സാധാരണയായി നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. ഇതൊക്കെ പീരിയോഡിക് ടേബിളുമായിട്ട് പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ്. സാധാരണയായി നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. ആറ്റോമിക പിണ്ഡവും ആറ്റോമിക വ്യാപ്തവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞനാണ് ലോഥർ മേയർ. ആറ്റോമിക പിണ്ഡം, ആറ്റോമിക വ്യാപ്തം എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ ലോഥർ മേയർ. ഏറ്റവും കൂടിയ അയോണീകരണ ഊർജ്ജമുള്ള മൂലകങ്ങളാണ് അപൂർവവാതകങ്ങൾ. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ ആൽക്കലി ലോഹങ്ങൾ നമ്മൾ പറഞ്ഞു. രണ്ടാം ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ തുടങ്ങിയവയൊക്കെ നമ്മൾ പറഞ്ഞു. ആധുനിക ആവർത്തന പട്ടികയിൽ എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്? 18 ഗ്രൂപ്പ്. എത്ര പീരിയഡ് ഉണ്ട്? 7 പീരിയഡ്. അപ്പോൾ എഫ് ബ്ലോക്ക് മൂലകങ്ങൾ പറയുന്നത്, ഇപ്പോൾ ഇത് 1ഉം 2ഉം ഗ്രൂപ്പ് വരുന്നത് എസ് ബ്ലോക്കിലാണ്. 1ഉം 2ഉം ഗ്രൂപ്പ് എസ് ബ്ലോക്കാണ്. 3-12 ഡി ബ്ലോക്കാണ്. 3-12 വരുന്നത് ഡി ബ്ലോക്കാണ്. അതുപോലെ 13-18 പി ബ്ലോക്കിലാണ് പെടുന്നത്. 13-18 പി ബ്ലോക്കിലാണ്. ഇപ്പോൾ ഡി ബ്ലോക്കിൽ ഇപ്പോൾ എസ് പി ബ്ലോക്കിൽ സാധാരണ ഉള്ള മൂലകങ്ങളാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പറയും. ഡി ബ്ലോക്കിലുള്ളതാണ് സംക്രമണ മൂലകങ്ങൾ. ഡി ബ്ലോക്കിലുള്ളത് സംക്രമണ മൂലകങ്ങളാണ്. എഫ് ബ്ലോക്കിൽ എന്താണ്? ലാന്തനൈഡ്സും ആക്റ്റിനൈഡ്സും ആണുള്ളത്. അപ്പോൾ എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെ വേറൊരു പേരാണ് അന്തഃസംക്രമണ മൂലകങ്ങൾ. അപ്പോൾ സംക്രമണ മൂലകങ്ങൾ, സംക്രമണം മാറിപ്പോരുത്. സംക്രമണ മൂലകങ്ങൾ ഏത് ബ്ലോക്കിലാണ്? ഡി ബ്ലോക്കിലാണ് സംക്രമണ മൂലകങ്ങൾ. എസ് പി ബ്ലോക്കിൽ പ്രാതിനിധ്യ മൂലകങ്ങൾ. ഡി ബ്ലോക്കിൽ SPDF 4 ബ്ലോക്കാന്ന് പറഞ്ഞല്ലോ. ഡി ബ്ലോക്കിൽ സംക്രമണ മൂലകങ്ങൾ. എഫ് ബ്ലോക്കിൽ ആരാളുള്ളത്? ലാന്തനൈഡ്സും ആക്റ്റിനൈഡ്സും ഉള്ളത്. അപ്പോൾ അവരുടെ വേറൊരു പേരാണെന്ത്? അന്തഃസംക്രമണ മൂലകങ്ങൾ. സംക്രമണ മൂലകങ്ങൾ ഡി ബ്ലോക്കിൽ, എഫ് ബ്ലോക്കിൽ അന്തഃസംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ലാന്തനൈഡ്സും ആക്റ്റിനൈഡ്സും ഒക്കെ ഉള്ളത് ആ താഴെ കാണുന്നത് എഫ് ബ്ലോക്കിലാണ്. മെൻഡലിയേവ് ഏത് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്? ആവർത്തന നിയമങ്ങളെ അടിസ്ഥാനമാക്കി. ഇനി സംക്രമണ മൂലകങ്ങളില്ലാത്ത പീരിയഡുകൾ, പീരിയഡ് എന്ന് പറഞ്ഞാൽ വിലങ്ങനെയുള്ളത്. സംക്രമണ മൂലകങ്ങളില്ലാത്ത പീരിയഡുകളാണ് 1ഉം 2ഉം 3ഉം പീരിയഡുകളിൽ സംക്രമണ മൂലകങ്ങളില്ല. ആറ്റത്തിൻ്റെ വലുപ്പം കൂടുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും? ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുന്നു. ഇനി അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞനാണ് ലീനസ് പോളിംഗ്. ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ലീനസ് പോളിംഗ്. അതായത് ഫ്ലൂറിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു. ഫ്ലൂറിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എത്രയാണ്? 4.0 ആണ് ഫ്ലൂറിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇനി ഒരേ സമയം ലോഹത്തിൻ്റെയും അലോഹത്തിൻ്റെയും സ്വഭാവം പ്രദർശിപ്പിക്കുന്ന മൂലകങ്ങളാണ് ഉപലോഹങ്ങൾ. ഒരേ സമയം ലോഹത്തിൻ്റെയും അലോഹത്തിൻ്റെയും സ്വഭാവം പ്രദർശിപ്പിക്കുന്ന മൂലകങ്ങളാണ് ഉപലോഹങ്ങൾ. പിന്നെ അതുപോലെ പൊട്ടാസ്യം ജലവുമായി പ്രവർത്തിച്ച് കഴിയുമ്പോഴുള്ള ലായനി ഏത് സ്വഭാവമാണ് കാണിക്കുന്നത്? ആൽക്കലികളുടെ സ്വഭാവമാണ് കാണിക്കുന്നത്. ഏറ്റവും കൂടുതൽ മൂലകങ്ങളുള്ളത് ഏത് പീരിയഡിലാണ്? 6ാമത്തെ പീരിയഡിലാണ് ഏറ്റവും കൂടുതൽ മൂലകങ്ങളുള്ളത്. ലാന്തനോണുകൾക്കും ആക്റ്റിനോണുകൾക്കും കൂടിയുള്ള പൊതുവായ പേര് അന്തഃസംക്രമണ മൂലകങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്. ഏത് ബ്ലോക്കിലാണ്? എഫ് ബ്ലോക്കിൽ. അപ്പോൾ ലാന്തനോണുകൾക്കും ആക്റ്റിനോണുകൾക്കും കൂടിയുള്ള പൊതുവായ പേര് അന്തഃസംക്രമണ മൂലകങ്ങൾ. അന്തഃസംക്രമണ മൂലകങ്ങൾ എഫ് ബ്ലോക്കിലാണുള്ളത്. അന്തഃസംക്രമണ മൂലകങ്ങളിലെ താഴെയുള്ള നിരയിലെ മൂലകങ്ങളാണ് ആക്റ്റിനോണുകൾ, മറ്റേത് ലാന്തനോയിഡുകൾ. ഏറ്റവും കുറവ് മൂലകങ്ങളുടെ പീരിയഡാണ് 1ാമത്തെ പീരിയഡ്. അതായത് ഹൈഡ്രജനും ഹീലിയവും മാത്രമേ ഉള്ളൂ. ഏറ്റവും കുറവ് മൂലകങ്ങളുടെ പീരിയഡ് 1ാമത്തെ പീരിയഡ്. ഏറ്റവും കുറഞ്ഞ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏത് മൂലകത്തിനാണ്? സീസിയം അല്ലെങ്കിൽ ഫ്രാൻസിയത്തിനൊക്കെയാണ് ഏറ്റവും കുറഞ്ഞ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത്. ആധുനിക ആവർത്തന പട്ടികയിൽ ഏറ്റവും ചെറിയ ആറ്റം എവിടെയാണ് കാണപ്പെടുന്നത്? മുകളിലെ ഇടത്തെ അറ്റത്താണ് കാണപ്പെടുന്നത് ഹീലിയം. ആധുനിക ആവർത്തന പട്ടികയിലെ ഏറ്റവും ചെറിയ ആറ്റം
ഈലിയം കാണപ്പെടുന്നത് മുകളിലെ ഇടത്തെ അറ്റത്ത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് പെർമാംഗനേറ്റിൻ്റെ വയലറ്റ് നിറത്തിന് കാരണം പെർമാംഗനേറ്റ് അയോണിൻ്റെ സാന്നിധ്യമാണ്. ഇനി ആവർത്തന പട്ടികയിലെ ഏറ്റവും വലിയ ആറ്റങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? താഴെ ഇടതു മൂലയിലാണ്. പട്ടികയിൽ ഏറ്റവും വലിയ ആറ്റങ്ങൾ കാണപ്പെടുന്നത് താഴെ ഇടതു മൂലയിലാണ്. ഇനി നമുക്ക് ഇതിൽ തന്നെയുള്ള ഒരു ടോപ്പിക്കായ, അപ്പോൾ മൂന്നാമത്തെ ടോപ്പിക്ക് ആവർത്തന പട്ടിക, ക്രമാവർത്തന പ്രവണതകൾ എന്നാണ്. അപ്പോൾ അടുത്ത ഈ ക്രമാവർത്തന പ്രവണതകൾ നമുക്ക് അടുത്തതായിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക.